ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കുഞ്ഞ് അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ ന്യൂ ജനറേഷൻ അധികം പരിചയമില്ലാത്തൊരു പ്രൊഡക്റ്റ് ആയിരിക്കും മിക്കവാറും ഇത്. എന്നാൽ പണ്ട് കാലത്ത് എല്ലാവരും കോമൺ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. അത് എന്ത് അസുഖം വന്നാലും പെട്ടെന്ന് ഉപയോഗിക്കുന്ന ഒരു ഐറ്റമായിരുന്നു ഇത്. നമുക്ക് ഇന്ന് അധികം എനിക്ക് തോന്നുന്നില്ല അധികം ആൾക്കാർ ഉപയോഗിക്കുന്നത്. മാത്രമല്ല ഇത് അധികം കോമൺ ആയിട്ട് കിട്ടാനും ഇല്ലാത്തൊരു പ്രൊഡക്റ്റാണ്. പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പനം ശർക്കരയും അതുപോലെ പനം കരിപ്പട്ടിയാണ് നമ്മുടെ ഇന്നത്തെ ഈ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചത് ലിപിൻ കേരളീയം എന്ന് പറഞ്ഞ ഒരാളുടെ അടുത്തു നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. ഫേസ്ബുക്കിൽ എനിക്ക് ആളുടെ ഒരു പോസ്റ്റ് കണ്ടിട്ടാണ് ഞാനത് വാങ്ങിക്കാനിടയായത്. അതെങ്ങനെയാണ് വാങ്ങിച്ച സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ പറയാം. അതിന് നമുക്ക് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു പാക്കേജിലാണ് നമുക്ക് പ്രൊഡക്റ്റ് വന്നത്. ഇവിടെ നമ്മുടെ അഡ്രസ്സും നമ്മുടെ അഡ്രസ്സൊക്കെ എഴുതിയിട്ടുണ്ട്. Dtdc കൊറിയർ വഴിയാണ് കേട്ടോ എനിക്കിത് വന്നത്. അതിൻ്റെ ഉള്ളിൽ രണ്ട് ബോക്സ് അല്ല, ഇങ്ങനത്തെ ഒരു പാക്കേജിംഗ് ഉണ്ട്. ഇങ്ങനെ രണ്ട് പാക്കേജിലാണ് വന്നിരിക്കുന്നത്. ഇതിൽ ഇവരുടെ കമ്പനി നെയിം എന്ന് പറഞ്ഞാൽ ഹെൽത്ത് നെസ്റ്റ് എന്നാണ് കേട്ടോ ഇവരുടെ കമ്പനി നെയിം. ട്രേഡ് മാർക്കൊക്കെ ഉള്ള കമ്പനിയാണ്, നമുക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം. ഞാനത് പ്രത്യേകം എടുത്ത് പറയാൻ കാരണം ചിലർക്ക് ഇതിങ്ങനെ ആളുടെ അടുത്ത് നിന്ന് വാങ്ങിക്കുക, അപ്പോൾ അതിനെന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ അങ്ങനെയൊക്കെ ചിലർക്ക് ചിന്തിക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകത എടുത്ത് പറഞ്ഞത്. ചുക്ക് കാപ്പിയുടെ ഗുണം പണ്ടത്തെ ആൾക്കാർക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാമായിരിക്കും, എന്നാൽ ഇന്നത്തെ ആൾക്കാർക്ക് അത്ര പരിചയം ഉണ്ടാവില്ലായിരിക്കും അല്ലേ. അപ്പോൾ ചുക്ക് കാപ്പി എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചുമയോ ജലദോഷമോ പനിയോ കഫക്കെട്ടോ അങ്ങനെ എന്തെങ്കിലും തലവേദന അങ്ങനത്തെ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു അസുഖങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ചുക്ക് കാപ്പി ഇട്ട് കുടിച്ചാൽ മതി, നമ്മുടെ അസുഖങ്ങളൊക്കെ പമ്പ കിടക്കുമെന്നാണ് പണ്ടുള്ളവർ പറയാറില്ലേ. അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻ്റ് ആണ് വേണ്ടത്? ചുക്ക്, കുരുമുളക്, തിപ്പലി, അയമോദകം, ഏലക്ക, തുളസി, പനിക്കൂർക്ക, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ ചുക്ക് കാപ്പി ഉണ്ടാക്കാറല്ലേ. അപ്പം ഇന്ന് ആ ഐറ്റംസ് ഒന്നും വേണ്ട, ഇത് ഒരു കഷ്ണം ഇട്ടാൽ മതി. അതിലേക്ക് നമ്മുടെ പനം ശർക്കര ഒരു കഷ്ണം ഇട്ടിട്ട് നമുക്ക് ചുക്ക് കാപ്പി ഉണ്ടാക്കി കുടിക്കാൻ വേണ്ടി പറ്റും. അത്രയും എല്ലാം കൂടി ഇതിൽ ഈ ഒരു പീസിൽ ഇത് ഓരോരോ പീസായിട്ടാണ് കേട്ടോ, ഇങ്ങനത്തെ ഓരോരോ പീസായിട്ടാണ് ഇതുണ്ടാവുക. കണ്ടോ, ഇങ്ങനത്തെ ഓരോരോ പീസായിട്ട് ആണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ കാപ്പി ഉണ്ടാക്കാൻ നേരത്തെ ഒരു ഗ്ലാസ് അല്ലെങ്കിൽ 1.25 ഗ്ലാസ് വെള്ളം തിളപ്പിക്കുക, അതിലേക്ക് ഇതൊരു പീസ് ഇട്ടിട്ട് നമുക്ക് നമ്മുടെ ആവശ്യത്തിന് ചൂടനുസരിച്ച് നമുക്ക് കുടിച്ചാൽ മതി. അത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മൾ പണ്ടത്തെ പോലെ തുളസി എവിടെ, പനിക്കൂർക്ക എവിടെ, കുരുമുളക് എവിടെ, ചുക്ക് എവിടെ എന്ന് പറഞ്ഞാൽ ഓടി ഇറക്കേണ്ട ആവശ്യമില്ല. ഇത് ഒറ്റ പീസ് അങ്ങോട്ട് ഇട്ടാൽ മതി, നമ്മുടെ ചുക്ക് കാപ്പി റെഡി. അപ്പോൾ എന്ത് എളുപ്പമുണ്ട്. പിന്നെ ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നാച്ചുറൽ പ്രൊഡക്റ്റാണ്. അതായത് നമ്മൾ ഒരു കെമിക്കൽസും ആഡ് ചെയ്യുന്നില്ല. ഇവർ അവരുടെ കൃഷിയെടുത്ത് തന്നെ കൃഷി ചെയ്യുന്ന ഐറ്റംസ് ഉപയോഗിച്ച് ഉണ്ടാക്കണമെന്നാണ് ഈ ഐറ്റംസ്. ഈ ഐറ്റംസ് മാത്രമല്ല കേട്ടോ അവരുടെ കയ്യിലുള്ളത്. അവരുടെ കയ്യിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ലിബിൻ്റെ ഒരു പോസ്റ്റിൽ ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് കണ്ടിട്ട് ഞാൻ വാങ്ങിച്ചതുണ്ടല്ലോ, ആ പോസ്റ്റിൽ ഇട്ടിട്ടുണ്ട് ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട്. ഞാൻ എന്തൊക്കെയാണ് ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ. മഞ്ഞപ്പൊടി ഉണ്ട്. മഞ്ഞപ്പൊടി തന്നെ 2 ടൈപ്പ് ഉണ്ട്. പ്രതിഭ, ദർശന എന്നൊക്കെ പറഞ്ഞ 2 ടൈപ്പ് തന്നെയുണ്ട്. വൻതേനുണ്ട്, ചുക്കുപൊടിയുണ്ട്, കസ്തൂരി മഞ്ഞൾപ്പൊടിയുണ്ട്, മുളക് പൊടിയുണ്ട്, കുരുമുളകുണ്ട്, വെള്ള കുരുമുളകുണ്ട്. പിന്നെ ഞാനിപ്പോൾ മേടിച്ച 2 ഐറ്റംസ് മട്ട, അവല്, ഗ്രാമ്പൂ, ഏലക്ക, സർവ്വസുഗന്ധി, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അവരുടെ അടുത്ത്. അപ്പം ഞാൻ ഈ 2 ഐറ്റംസ് വാങ്ങിച്ചുള്ളൂന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഏത് വേണേലും വാങ്ങിക്കാം. ഈ ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ അവരുടെ കൃഷിയിടത്തിൽ കൃഷി ചെയ്ത ഐറ്റംസാണ്. അല്ലാതെ അവർ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് അവർ റീസെല് ചെയ്യുന്നു അങ്ങനത്തെ ഒരു പരിപാടിയല്ല അവർക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം. അപ്പോൾ അവരുടെ ലക്ഷ്യം എന്താണെന്ന് അവരെന്നോട് പറഞ്ഞത്, ഞാൻ കോൺടാക്ട് ചെയ്ത സമയത്ത് ജസ്റ്റ് ഞാൻ ചോദിച്ചു അവരുടെ എന്താണ് ഇങ്ങനെ സെയിൽ ചെയ്ത് വിൽക്കാനൊക്കെ കാരണം. അപ്പം എല്ലാവരും നല്ല ഫുഡ് കഴിക്കണം, അതാണ് അവരുടെ ലക്ഷ്യം എന്ന് അവർ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നത് അധികം ഒന്നും ഉണ്ടാവില്ല അല്ലേ. ഇപ്പോൾ നമ്മൾ മഞ്ഞപ്പൊടിയൊക്കെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുവാണെങ്കിൽ എന്തെല്ലാം കെമിക്കൽസ് ആഡ് ചെയ്തായിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ പണ്ടൊക്കെ തന്നെ മഞ്ഞപ്പൊടി ഒരു നുള്ളിട്ടാൽ മതി, പക്ഷെ ഇന്ന് എത്ര ഇട്ടാലും മഞ്ഞപ്പൊടിയുടെ കളർ പോലും കിട്ടണില്ല. അത് മഞ്ഞപ്പൊടിയാണ്, അത് മഞ്ഞൾപ്പൊടിയല്ല അല്ലേ. അപ്പം നമുക്ക് ഇവരുടെ അടുത്ത് നോക്കാം. ഇവരുടെ കമൻസ് ഞാൻ വായിച്ചപ്പോഴേ ആ പോയിന്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ അത് അങ്ങനെ പറയാൻ കാരണം ഇതാണ് ശരിക്കും മഞ്ഞൾപ്പൊടി, അല്ലാതെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മഞ്ഞപ്പൊടി അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ട് ഞാൻ കണ്ടു. അപ്പം അതുകൊണ്ട് ഞാനത് പ്രത്യേകം പറയാൻ കാരണം കേട്ടോ. അപ്പം നാച്ചുറൽ പ്രൊഡക്റ്റാണ് അവരുടെ അടുത്തുള്ളത്. അവർക്ക് ആൾക്കാർക്ക് നല്ല ഭക്ഷണം കഴിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി അവർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതാണിത്. അപ്പോൾ ലിബിൻ എന്ന് പറഞ്ഞ ആളുടെ കോൺടാക്ട് നമ്പർ ഡീറ്റെയിൽസൊക്കെ ഞാൻ കൊടുക്കാം, നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ആളുടെ അടുത്ത് നിന്ന് വാങ്ങിക്കാവുന്നതാണ്. ഇപ്പം പനം ശർക്കരേനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ കുട്ടികൾക്ക് പോലും കൊടുക്കാം. അതായത് ഇപ്പം ഞാൻ എൻ്റെ മോക്കൊക്കെ ഞാൻ കുറുക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ കൊടുക്കുമായിരുന്നു. എന്നോട് ഡോക്ടർ സജസ്റ്റ് ചെയ്താൽ കേട്ടോ, എന്നോട് കുട്ടികൾക്ക് പനശർക്കര കൊടുക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്നല്ലായിരുന്നു അന്നേരം വാങ്ങിച്ചിരുന്നത്. ഞാൻ വേറെ സ്ഥലത്തു നിന്ന് വാങ്ങിച്ചിട്ട് മോക്ക് കുറുക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ കൊടുക്കുമായിരുന്നു. അപ്പം നിങ്ങൾക്ക് കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിച്ചു കൊടുക്കാം. ഒരു കെമിക്കൽസ് പഞ്ചസാരയൊക്കെ ഇടുന്നതിൽ എത്രയോ നല്ലതാണ് ഇതൊക്കെ ഇട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നത്.
ഇനിയിപ്പോൾ കാപ്പി ഉണ്ടാക്കാൻ മടിയുള്ളവരാണെങ്കിൽ ഇത് എന്ത് ചെയ്യുക, ഒരു കഷ്ണം ഒരു പീസ് എടുത്ത് നമ്മൾ അങ്ങനെ തന്നെ കഴിച്ചാൽ മതി. നമുക്ക് നല്ല തൊണ്ടയ്ക്കൊക്കെ നല്ലൊരു സുഖം കിട്ടും. ഓക്കെ, അപ്പോൾ കാപ്പി ഉണ്ടാക്കണമെന്ന് നിർബന്ധമില്ല, പറ്റുന്നൊരു കാപ്പി ഉണ്ടാക്കി കുടിക്കുക, ഇല്ലാത്തവർ ഇത് ജസ്റ്റ് അങ്ങനെ തന്നെ കഴിച്ചാൽ മതി. അപ്പോൾ അത്രയും ബെനിഫിറ്റ് ഉണ്ട്. പ്രത്യേകിച്ച് ഇനി കൊറോണ കാലത്ത് ഇതിൻ്റെ ഉപയോഗം ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. നമ്മൾ എന്ത് ചെയ്യാം, ഒരു ജലദോഷം അല്ലെങ്കിൽ ഒരു പനി, ഒരു തലവേദന വരുന്നാൽ അപ്പം തന്നെ ഹോസ്പിറ്റലിൽ പോയിരുന്നു പണ്ടൊക്കെ. പക്ഷേ ഇപ്പം അങ്ങനെ പോകാൻ പറ്റുമോ? അങ്ങനത്തെ പോകാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ല നമുക്ക്. അപ്പം എന്ത് ചെയ്യാം, നമുക്ക് പറ്റുന്ന നമ്മുടെ കയ്യിലുള്ള നാച്ചുറൽ മെത്തേഡുകൾ യൂസ് ചെയ്തിട്ട് നമുക്കതൊക്കെ മാറ്റുക. അപ്പോൾ അതിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു പ്രൊഡക്റ്റാണ് ഈ കരിപ്പെട്ടി. അപ്പം പണ്ടത്തെ പോലെ എല്ലാ ഐറ്റംസൊന്നും അന്വേഷിച്ച് നടക്കണ്ട, ഇതൊരു പീസ് ഇട്ടിട്ട് നമുക്ക് കഴിക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ എരിവില്ലാത്ത പ്രൊഡക്റ്റും അവരുടെ അടുത്തുണ്ട്. 2 പ്രൊഡക്റ്റ് ഉണ്ട്. കരിപ്പെട്ടി തന്നെ എരിവുള്ളതും എരിവില്ലാത്തത് അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ആവശ്യമുള്ളവരാണെങ്കിൽ എരിവില്ലാത്തതും കൂടി ഒരു സെറ്റ് വാങ്ങിച്ചു വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് അവർക്കും കൂടി കൊടുക്കാമല്ലോ. ഇപ്പോൾ ഷുഗർ പേഷ്യൻസ് ഒക്കെ ആണെങ്കിലും അവർക്ക് മധുരമൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ. അപ്പോൾ പായസം, ലഡു, അങ്ങനെ മധുരമുള്ള ഐറ്റംസൊക്കെ കഴിക്കാൻ അവർക്ക് ഭയങ്കര കൊതിയായിരിക്കും. പക്ഷെ അതൊന്നും അവർക്ക് കഴിക്കാനും പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഈ പനം ശർക്കര. കാരണം ഇതിൽ 0% ആണ് ഷുഗർ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ധൈര്യമായിട്ട് കഴിക്കാം. ഇനിയിപ്പോൾ ഡൗട്ട് ഉള്ളവരെന്ത് ചെയ്യുക, ഒന്ന് ഡോക്ടറെ അടുത്തൊന്ന് ചോദിച്ചു തരാം, ഞാനിത് കഴിച്ചാൽ കുഴപ്പമുണ്ടോ എന്ന്. അപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾക്ക് ധൈര്യമായിട്ട് കഴിക്കാം. പിന്നെ ഞാനൊരു കമൻറ്റ് വായിച്ചത്, ഹീമോഗ്ലോബിൻ്റെ അളവ് കുറവുള്ള ആൾ ഇത് കഴിച്ചതിന് ശേഷം ഹീമോഗ്ലോബിൻ്റെ അളവൊക്കെ ഇൻക്രീസ് ചെയ്തെന്നൊക്കെ ഞാൻ വായിച്ചു കേട്ടോ. കമൻസിൽ ആൾക്കാർ വാങ്ങിച്ചു കഴിച്ചിട്ട് എഴുതിയ കമൻസിൽ വായിച്ചതാണ്. അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളുള്ളവർ ഒന്ന് ഡോക്ടറെ അടുത്ത് സജസ്റ്റ് ചെയ്തതിന് ശേഷം ഇതൊന്ന് കഴിച്ചു നോക്കൂ കേട്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമല്ലോ എന്ന്. കാരണം അങ്ങനെ നാച്ചുറലായിട്ട് നമുക്ക് അങ്ങനെയൊക്കെ എന്താ പറയുക, അങ്ങനെയൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുക, അതല്ല നല്ലത്, നമ്മൾ മരുന്ന് കഴിക്കുന്നതിനേക്കാളും നല്ലത്. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ വാങ്ങിച്ചിട്ട് ഒരു പ്രാവശ്യം ഒന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളത് താഴെ കമൻറ്റിൽ പറഞ്ഞു, കുഴപ്പമില്ല. ഒരു പ്രാവശ്യം വാങ്ങി നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഞാൻ വായിച്ച കമൻസ് ഉണ്ടല്ലോ, എനിക്കൊന്ന് 3.8 3 K ആണ് കമൻസ് ഒക്കെ. കാരണം അവർ വാങ്ങിച്ചിട്ട് ഒരു റിവ്യൂസ് ഇട്ടിരിക്കുന്നത്, റിവ്യൂസ് വെറുതെ റിവ്യൂസ് തരുമല്ല ചെയ്തേക്കുന്നത്, അവരത് ഫോട്ടോസ് സഹിതം അവരത് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്താൽ പറഞ്ഞിരിക്കുന്നത്. നമ്മളത് വായിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും വാങ്ങിച്ചു പോകും. ഞാൻ അങ്ങനെ വാങ്ങിച്ചതാണ്. കാരണം അത്രയും നല്ല ആൾക്കാരും അത്രയും നല്ല ഫീഡ്ബാക്കാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നാച്ചുറൽ പ്രൊഡക്റ്റാണ്. അപ്പോൾ അതിൻ്റെതായ ഗുണം എന്തായാലും അതിലുണ്ടാവുമല്ലോ. ഞാൻ കുറച്ച് കമൻറ്റ്സ് നിങ്ങളെ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഇതിൽ ഞാൻ മഞ്ഞപ്പൊടിയുടെയും കമൻസും 2 കമൻസും ഞാൻ വായിച്ചു കേൾപ്പിക്കാം കേട്ടോ. താങ്ക്സ് ലിപിൻ കേരളീയം, പറയാതിരിക്കാൻ വയ്യ. പാലക്കാട് നിന്ന് തിരുവനന്തപുരത്ത് എത്തിയ കരിപ്പെട്ടി സൂപ്പർ, നല്ല എരിവ്, വെറുതെ പോലും കഴിക്കാൻ. തൊണ്ടവേദനയ്ക്ക് ഒരു പ്രാവശ്യം കഴിച്ചാൽ തന്നെ മാറും. നന്നായിട്ടുണ്ട് ലിബിൻ, ഇനിയും ഇതുപോലുള്ള ഐറ്റംസ് നമ്മുടെ കയ്യിൽ എത്തിക്കുമെന്ന് പറഞ്ഞിട്ടൊരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എഴുതിയിരിക്കുന്നതാണ്, ലിബിൻ അയച്ചു തന്ന മഞ്ഞൾപ്പൊടി പാക്കറ്റ് അഴിക്കുന്നതിന് മുമ്പ് എന്താ മണം, നല്ല സ്നേഹത്തിനും ഈ സ്നേഹത്തിനിടയാക്കിയ ആ ഗ്രൂപ്പിന് നന്ദി. അതുപോലെ കുടിച്ചിട്ട് എൻ്റെ ഷുഗർ എത്ര കുറയുമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി കുടിച്ചാൽ ഷുഗർ കുറയോ എനിക്കറിയില്ല കേട്ടോ. അതുപോലെ ലിപിൻ കേരളീയം അയച്ചു തന്ന കരിപ്പെട്ടിയും വിത്തുകളും, കരിപ്പെട്ടി സൂപ്പർ ടേസ്റ്റ്, തൊണ്ടയ്ക്കും വയറിനും വളരെ നല്ലതെന്ന് പറഞ്ഞൊരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കും കിട്ടി ലിപിൻ്റെ പനം കരിപ്പെട്ടി, സംഭവം കിട്ടും, നോട്ടമിട്ട് കുറച്ച് നാളായി, ഇപ്പോഴാണ് കയ്യിൽ കിട്ടിയത്. ഇവിടെ നല്ല തണുപ്പ്, ചുക്ക് കാപ്പി ഉണ്ടാക്കാനും മടി, ഇതാവുമ്പോൾ വെറുതെ തന്നെ കഴിക്കാമല്ലോ എന്നായിരിക്കും. പിന്നെ ലിബിൻ നാട്ടിൽ നിന്ന് അയച്ചു വന്ന മഞ്ഞൾപ്പൊടി കിട്ടി, ഇന്ന് കൊണ്ടുവന്ന പോസ്റ്റ്മാൻ മണം കിട്ടിയപ്പോൾ ചോദിച്ചു ഇതെന്താ ബാംഗ്ലൂർ കിട്ടാത്തതാണോ എന്ന്. ഇത് സ്പെഷ്യലാണ്, ഇവിടെ കിട്ടില്ലെന്ന് പറഞ്ഞു. ഇതിനോടൊപ്പം അയച്ചു തന്ന വിത്തുകളും മൈസൂർ ചേരിയുടെയും കോവലിൻ്റെ തണ്ടുകളും ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ആൾക്ക് വേറെയും കുറച്ചൊക്കെ ഉണ്ട്, അതൊക്കെയാണ് അവർ കമൻസിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഒരു പോസ്റ്റ് ഉണ്ട് കേട്ടോ, മോള് മഞ്ഞൾപ്പൊടി ഇങ്ങനെ നക്കി തിന്നുന്നത്. ഞാൻ പിള്ളേരൊന്നും അങ്ങനെ മഞ്ഞൾപ്പൊടി തിന്നത് ഞാൻ കണ്ടിട്ടില്ല. ആൾ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഒരുപാട് നന്ദി. കൊറോണ ടൈം ആയതുകൊണ്ട് കിട്ടുമോ എന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു. മിക്ക സ്ഥലങ്ങളിൽ ലോക്ക്ഡൗൺ അല്ലേ, അതുകൊണ്ട് പിന്നെ അവിടെ നമ്മൾക്കിവിടെ കാട്ടുപന്നി ശല്യം അങ്ങനെയൊക്കെ പറ്റില്ല. ലിബിൻ്റെ മഞ്ഞൾപ്പൊടി കിട്ടിയപ്പോൾ മകൾക്കുണ്ടായ സന്തോഷം ഞാനിവിടെ പങ്കുവയ്ക്കുന്നു. ഏതായാലും ഇപ്രാവശ്യം കുറച്ച് മഞ്ഞൾ നട്ടിട്ടുണ്ട്, നമുക്ക് അങ്ങനെ തോറ്റു കൊടുക്കാൻ പറ്റില്ലല്ലോ, എന്താവുമോ എന്നിട്ട് ആ കുട്ടിയുടെ ഫോട്ടോയും കൂടി ഇട്ടിരിക്കുകയാണ്. ലിബിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പനം കരിപ്പെട്ടി ശർക്കര ഇന്നെത്തി, നല്ല രുചിയും. ലിബിൻ അയച്ചെന്ന മഞ്ഞൾപ്പൊടിയാണ് 1 കിലോയോളം ഉണ്ടായിരുന്നു. കുറച്ച് ഹസ്ബൻഡ് സിംഗപ്പൂർക്ക് കൊടുത്തുവിട്ട് ഇതുവരെയും പോസ്റ്റ് ഇടാൻ പറ്റിയില്ല. അയച്ചിട്ട് 1 മാസത്തിൽ കൂടുതലായി. ഒരുപാട് നന്ദിയുണ്ട്. കൂടാതെ നല്ല അടിപൊളി ഗുണമേന്മയുള്ള പൊടിയാണ്, കുറച്ച് ഉപയോഗിച്ചാൽ മതി. താങ്ക് യു ലിബിൻ. ഇപ്പം പുറത്തുള്ളവർക്കൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം, ഇത് നിങ്ങൾ വാങ്ങിച്ചിട്ട് അവർക്ക് അയച്ചു കൊടുക്കുക, പോകുമ്പോൾ കൊടുത്തുവിടുകയൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിൽ നല്ലത് ഇങ്ങനത്തെ നാച്ചുറൽ പ്രൊഡക്റ്റ് അല്ലേ നല്ലത്. അപ്പം ഞാൻ ഈ കമൻസ് കുറച്ചേ വായിച്ചിട്ടുള്ളൂ. ബാക്കി കമൻസ് അല്ല കുറച്ച് കമൻസ് ഞാനിവിടെ സ്ക്രീൻഷോട്ടിൽ ഞാനിവിടെ കാണിക്കാം കേട്ടോ. അതുപോലെ തന്നെ ലിബിൻ്റെ കോൺടാക്ട് നമ്പർ ഞാനിവിടെ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം. നിങ്ങൾക്ക് ആളെ കോൺടാക്ട് ചെയ്തിട്ട് വാങ്ങിക്കാം. അപ്പോൾ നിങ്ങൾ ആ നമ്പറിൽ വിളിച്ച് ചോദിക്കുക നിങ്ങൾക്ക് എന്താ പ്രൊഡക്റ്റ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. എന്നിട്ട് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് നിങ്ങൾ വാങ്ങിച്ചാൽ മതി. ജസ്റ്റ് പേയ്മെൻറ്റ് ഡീറ്റെയിൽസൊക്കെ ഞാനിവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ.
അപ്പോൾ ആളുടെ കയ്യിലുള്ള പ്രൊഡക്റ്റും അതിന് 1 കിലോയുടെ റേറ്റുമാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം ഈ ഐറ്റംസിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ആണെങ്കിൽ വാങ്ങിക്കാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ അവരുടെ കൃഷിയെടുത്ത് തന്നെ കൃഷി ചെയ്യുന്നതാണ്. അപ്പോൾ അത് തീർന്നു പോയിട്ടുണ്ടെങ്കിൽ അവരത് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാവുള്ളൂ. കാരണം അവരുടെ ഐറ്റംസ് തീർന്നു പോയിട്ടുണ്ടെങ്കിലോ അല്ല അവർ പുറത്തുനിന്ന് പ്രൊഡക്റ്റ് എടുക്കണില്ല എന്ന് എന്നോട് പ്രത്യേകം പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കാര്യം പറഞ്ഞത്. അപ്പം ഞാൻ ബാക്കിയുള്ളവരുടെ കമൻസും കാര്യങ്ങളൊക്കെ കേൾപ്പിച്ചു. ഇപ്പം ഞങ്ങൾ കഴിച്ചിട്ടുള്ള അഭിപ്രായം എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ. അപ്പം ഞാനിത് പൊട്ടിച്ചിട്ട് ഞാൻ അമ്മച്ചിക്കും ചാച്ചനും ഒക്കെ ഒന്ന് കൊടുക്കട്ടെ. അവർക്കാകുമ്പോൾ കുറച്ചും കൂടി എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ഇതിനെക്കുറിച്ചൊക്കെ. അപ്പോൾ അവർ കഴിച്ചിട്ട് എന്താ പറയണേന്ന് നമുക്ക് നോക്കാം. അതുപോലെ മോളുണ്ട്, മോൾക്ക് ഞാൻ കുറച്ച് കൊടുത്ത് നോക്കാം. എങ്ങനെയുണ്ട്, അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം. ചാച്ചൻ തരും കൊച്ചിന് തരും. സൂപ്പറാ, എരിവുണ്ട്, മധുരമുണ്ട്. ഓജുമൊക്കെ എരിയുന്നുണ്ടെന്ന് തോന്നുന്നു. ചുക്കിൻ്റെ എരിവ് നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന അതേ ടേസ്റ്റ്. നല്ലതാ. റോസുമോളുടെ കണ്ണൊക്കെ നിറഞ്ഞല്ലോ എരിഞ്ഞിട്ട്. എരിവില്ല, എന്നാലും ഇനി കഴിക്കില്ല. എരിവില്ലാത്ത ഇത് എരിവില്ല. ഇത് തിന്നാ എരിവ് പോകും. വെള്ളം തരാം, അമ്മ വെള്ളം തരാം. ഇതെങ്ങനെയുണ്ട് ചാച്ചാ? ഇത് കുഴപ്പമില്ല, നല്ലതന്നെ. എല്ലാം കൂടിയാണോ? ഇത് ചുക്ക് കാപ്പിക്ക് അതിനകത്ത് കാപ്പി പൊടി മാത്രം ഇട്ടാൽ മതി. ഇതിട്ട് ഇത് ചക്കര. എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്ന ടേസ്റ്റ് ഉണ്ടോ? ശരിക്കും ചുക്ക് കാപ്പി കുടിക്കണ പോലെ തന്നെയുണ്ട്. അപ്പോൾ എല്ലാവരും കഴിച്ചിട്ടുള്ള അഭിപ്രായം നിങ്ങൾ കേട്ടില്ലേ. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾ വാങ്ങിച്ചോ. എന്തായാലും ഒരു പാക്കറ്റ് നിങ്ങൾ വാങ്ങിച്ച് നോക്കൂ കേട്ടോ. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ മെൻഷൻ ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നതായിരിക്കും. ടേക്ക് കെയർ, ബൈ.